വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പാർട്ട് 2 ആയിട്ടാണ് വീഡിയോ വന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പാർട്ട് 1 കാണാത്ത ആൾക്കാർക്ക് മാക്സിമം നമ്മൾ ചാനൽ പോയി കാണുക. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് പാർട്ട് 1ൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണൽ ആയ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതുപോലെ തന്നെ മീഷോയിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഫ്രെയിം ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രെയിമുകൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ ഡ്രസ്സായിരിക്കും, ഫാനായിരിക്കും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫ്രെയിം ഷോപ്പാണ്, കാറിൻ്റെ ഫ്രെയിം ഷോപ്പും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാനും നിങ്ങളുടെ കൂടെ ആയിരിക്കും ജസ്റ്റ് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നത് ആദ്യം മുതൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് വേണ്ടി കുറച്ച് കാർ പോസ്റ്റേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒക്കെ വീട്ടിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യത്തെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട്. അപ്പോൾ ജസ്റ്റ് എന്നിട്ട് ഞാൻ ഇപ്പോൾ കാറിനെ തുടങ്ങുന്നത്, അതുകൊണ്ട് കാർ ഫ്രെയിംസ് ഷോപ്പ് ബിസിനസ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ നെയിമും കാലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു നെയിമും കാലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ലോഗോ ആണെങ്കിൽ ജെബിനോട് ചോദിച്ചാൽ ലോഗും കാലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് എനിക്കിപ്പോൾ കുറച്ച് നെയിംസും കാലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഞാനും തുടക്കം മുതൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് കാണിച്ചു തരാനായിട്ടാണ് ഞാനും നിങ്ങളുടെ കൂടെ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണത് ഈ സംഭവം. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ സെൻഡ് അനദർ നെയിംസ് കാർ ഫ്രെയിംസ് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം നെയിം കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് അതിനകത്തൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് വിട്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് കാർ ഗ്യാലറിയിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കത് കുറച്ച് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഇപ്പോൾ എന്തിനാണ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഈ അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഞാൻ ബയോയിൽ കൊടുക്കാം, ജസ്റ്റ് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് കാർ ഗ്യാലറിയും ജസ്റ്റ് സെൻഡ് ലോഗോ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ലോഗോ ആണെന്ന് വെച്ചാൽ ആ ലോഗോ കൊടുത്താൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ ലോഗോ ഇട്ടുതരും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് അനദർ ലോഗോ ഒന്ന് കൊടുത്താലും മറ്റൊന്ന് ഇട്ടുതന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഏകദേശം നല്ല ലോങ് ഉണ്ട്, കാരണം ഇതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും വീഡിയോ കാണട്ടും. ഇപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നിട്ടുണ്ട്, കാണാൻ പറ്റും. പോയി. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ആദ്യം മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുതിയൊരു അക്കൗണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് കൊടുക്കണില്ല, ഇങ്ങനെ കൊടുക്കണത് ഇങ്ങനെ കാണുമ്പോഴാണ് അത്യാവശ്യം നല്ലൊരു ഇതിൽ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങളും നിങ്ങളുടെ ഇഷ്ടമായി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നെയിം കൊടുക്കണം. ഇപ്പോൾ ഒരു കോഡ് നെയിം കൊടുക്കുന്നത്, ഞാൻ എൻ്റെ നെയിമിന് കൊടുക്കുന്നത് ജസ്റ്റ് കാർ ഗ്യാലറിന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ നെയിമൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ ഒരു മോഡലായിട്ട് സ്റ്റൈൽ യൂസ് ചെയ്യാം കേട്ടോ, കാരണം അത് മേലെ വരുന്നതായിരിക്കും. അപ്പോൾ നേരെ ആൾക്കാർ കാണുമ്പോൾ തന്നെ പ്രൊഫഷണലായി ഇരുന്നോട്ടെ. അപ്പോൾ യൂസർ നെയിം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായിട്ട് തോന്നുന്നത് ജസ്റ്റ് അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് 2 പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ കറക്റ്റ് നെയിം കിട്ടണമെന്നില്ല, കാരണം അത് മറ്റൊരാളെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു എസ് കൊടുത്ത് നോക്കി, അതുണ്ട്, പക്ഷേ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് 2 6 കൊടുക്കുന്നുണ്ട്, അതാകുമ്പോൾ കുഴപ്പമില്ല. ജസ്റ്റ് ഇപ്പോൾ ഞാനിത് ഈ അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഡെയിലി വീഡിയോസ് കാര്യമൊക്കെ ഇടും. ജസ്റ്റ് ബെല്ലൈക്കൺ ജസ്റ്റ് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റായി. ഇനി ആവശ്യമുള്ളത് ബയോ ആണ്. അപ്പോൾ ബയോക്ക് വേണ്ടി പിന്നെ നമ്മൾ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കാർ ഫ്രെയിമാണ്. അപ്പോൾ കാർ ഫ്രെയിം ബിസിനസ് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ബയോ ഒന്ന് കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് തുടങ്ങാം കേട്ടോ. കാർ ഫ്രെയിം ഈ പോസ്റ്റേഴ്സും ഫ്രെയിംസൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ലാഭം കിട്ടും. ഇപ്പോൾ ഏകദേശം കേട്ടോ, ഈ സാധനത്തിന് മൊത്തം കെട്ടിന് 200 രൂപയല്ലോ. നമ്മളിത് 120 റുപ്യ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1200 സംതിങ് രൂപ കിട്ടും, 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നല്ല ലാഭമാണ് ഇപ്പോൾ ഫ്രെയിമിലേക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് ഒന്നുകൂടി ഇതായിട്ട് തോന്നുന്നത്, എളുപ്പമായിട്ട് തോന്നുന്നത്. അതാകുമ്പോൾ കുറേ ആൾക്കാർ വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാർ ഫ്രെയിംസ് ബിസിനസ് ഇൻസ്റ്റാഗ്രാം ബയോ സെൻഡ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫുള്ള് ജെമിനി ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ മൊത്തം നമുക്ക് എളുപ്പം പണി കഴിയും. അപ്പോൾ സംഭവം കുറച്ച് വിട്ടുതന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 മിനിമം അത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. കുറേ വിട്ടുതരും, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ജസ്റ്റ് അനന്തർ കൊടുത്താൽ വേറെ വിട്ടുതരും. അപ്പോൾ ഈ ബയോ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല കറക്റ്റായി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ 2ാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്, എനിക്കിതാണ് പറ്റിയത്.
ഇപ്പോൾ നമുക്കിനി വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നാളെ ആയിരിക്കും വരിക, ജസ്റ്റ് അത് വാച്ച് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ മീഷോ വഴി എങ്ങനെ റീസെല് ചെയ്യാമെന്നുള്ളൊരു ഇതൊരു ഭാഗമാണ്. കാരണം അത് വഴി ആയിരിക്കും നമ്മൾ മറ്റൊരാൾക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ കസ്റ്റമർ വന്നാൽ നമ്മൾ അയാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മളല്ല അയച്ചു കൊടുക്കുന്നത്, മീഷോക്കാരനെ ഡയറക്റ്റ് പോയി കൊടുക്കുകയൊക്കെ ചെയ്യാം. മീഷോ എന്ന് എല്ലാവർക്കും വന്നെന്ന് അയാൾക്ക് തോന്നും, കാരണം നമ്മൾ റീസെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ജസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് വാച്ച് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇനി നമ്മൾ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുക. മീഷോ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ കാർ പോസ്റ്ററാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പോസ്റ്റർ എടുക്കുകയാണ്. എനിക്കതിന് ആവശ്യമില്ല, കാരണം ഞാൻ ഈ സാധനമാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ അത് വാങ്ങി വെച്ചിരിക്കുന്നു. ഇത് വാങ്ങി വെച്ചത് എന്താ വെച്ചാൽ ഇത് എങ്ങനെയുണ്ട് നോക്കാൻ, ക്വാളിറ്റി കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അടുത്ത ആൾക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ വാങ്ങി വെച്ചോ, കാരണം വീട്ടിനടുത്ത ആൾക്ക് ഫ്രണ്ട്സിനെ കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഈ സാധനം കണ്ടോ, ഈ ഏകദേശത്തിൽ 27 ഉണ്ട്. ഈ 27 98 രൂപയിലോ നിങ്ങളത് ഒരു സാധനത്തിന് 10 രൂപ വെച്ച് വിറ്റാലും നിങ്ങൾക്ക് 27 ആകുമ്പോഴത്തേനും 250 റുപ്യ നല്ല ലാഭം കിട്ടും. കാരണം 10 രൂപ എന്തായാലും ആൾക്കാർ വാങ്ങും, അത്ര നല്ല ലാഭമാണ് ഈ ഫ്രെയിമിൻ്റെ സംഭവത്തിനൊക്കെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴത്തുണ്ടല്ലേ അതിൻ്റെ കോപ്പി ഞാൻ ചെയ്തത്, ജസ്റ്റ് ഒന്ന് വായിച്ച് ബാക്ക് സ്കിപ്പ് ചെയ്യാതെ കോപ്പി ചെയ്തിട്ട് ഇതാക്കിയാൽ ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കാലത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, ജസ്റ്റ് ഞാൻ ഇവിടുത്തെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഈ സാധനം തന്നെ എൻ്റെ കാറിൻ്റെ സാധനങ്ങൾ ഫോട്ടോ എടുത്ത് ജെമിനിയിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുള്ളൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കൊള്ളില്ല, കാരണം അടിയിൽ ആ ജെമിനി ആപ്പിൻ്റെ ലോഗോ ഉണ്ട്. അത് കാരണം ഞാൻ ജസ്റ്റ് ഈ കാർ ഒഴിവാക്കിയിട്ട് കൊടുക്കണം, നല്ലൊരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഈ താഴത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് ചെറിയൊരു ലോഗോ ജെമിനിൻ്റെ. അപ്പോൾ ഈ 3 8 പോസ്റ്ററിന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത സംഭവം ഇവിടെ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ബാക്കിയൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു സോങ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് എടുക്കാം. ജസ്റ്റ് ഞാനൊരു സോങ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കോപ്പി വെച്ചാൽ മീഷോൻ്റെ പ്രൊഡക്റ്റിൽ താഴത്ത് പോയാൽ കോപ്പി പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് ആ കോപ്പി ചെയ്യാൻ നേരെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പോസ്റ്റിൻ്റെ സംഭവത്തിൽ പോയിട്ട് പേസ്റ്റ് ചെയ്താൽ കറക്റ്റ് അവർക്ക് കാണുന്ന ആൾക്കാർക്ക് നേരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഇതിൽ കാണാൻ പറ്റും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ടു. ഇപ്പോൾ നമ്മുടെ കൊടുത്ത മരത്തിന് അവിടെ ഉണ്ട്. കാരണം മീഷോ ഒന്നും കറക്റ്റ് ഈ പോസ്റ്ററിൻ്റെ സംഭവങ്ങളായിരിക്കും കാണുക. അപ്പോൾ ഇത്ര പള്ളി പിന്നെ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ഇതെല്ലാം ജസ്റ്റ് സ്വിച്ച് എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം, താഴെ സ്ക്രോൾ ചെയ്യുക, സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ ഫ്രെയിമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ലോത്തിങ് ബ്രാൻഡാണെങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡ്, ആർട്ടിസ്റ്റാണെങ്കിൽ ആർട്ടിസ്റ്റ്, ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് സെർച്ച് ചെയ്യാം, നമ്മൾ ഏതാണ് ഇതാക്കണമെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. പിക്ചേഴ്സ് ഫ്രെയിം സ്റ്റോർന്ന് കാണാൻ പറ്റും, ജസ്റ്റ് ഞാനത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഓൺ പ്രൊഫൈൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കുഴപ്പമൊന്നുമില്ല കൊടുക്കണതിന്, കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് ഇതിൻ്റെ സർവേ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ബിസിനസ് ക്രിയേറ്റർ ഉണ്ട്, ബിസിനസ് ചൂസ് ചെയ്യുക, കാരണം നമ്മൾ ബിസിനസ്സാണ് ഇതാക്കുന്നത്. പിന്നെ ഈ ഇമെയിൽ ഫോൺ നമ്പറൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ സംഭവം തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് റിയാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട്, തട്ടിപ്പല്ല ഉടായ്പല്ല തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്റ്റ് ലിസ്റ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക് കുറച്ചുകൂടി ഇത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഇതെല്ലാം കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കുക. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് ഒന്ന് തന്നെ അപ്രൂവ് ആയിക്കോളും. കാരണം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സർവേ കംപ്ലീറ്റ് ചെയ്താലും നമുക്കിത് പൂർണ്ണമായിട്ട് മൊത്തത്തിൽ കിട്ടുക. പിന്നെ നാളെ മുതൽ ഞാൻ ഒരു പോസ്റ്റ് കൂടി ഇടുക. ആ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ മാറ്റം വരുത്തുന്ന സംഭവം കൂടി ഉണ്ട്. ജസ്റ്റ് അത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കായിരിക്കും നാളെ വീഡിയോ ഇടുമ്പോൾ. കാരണം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോർമലായിട്ടാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിന് ചെറിയൊരു മാറ്റം കൂടി വരുത്താണ്ട്, പിന്നെ നാളെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് നാളെ വാച്ച് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ബയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനലാണ് ജസ്റ്റ് ജോയിൻ ചെയ്ത് വെക്കുക, കാരണം കൂടുതൽ യൂസ്ഫുൾ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു സെൽഫ് കൊടുക്കുന്നുണ്ട്, അവിടെ നിങ്ങളൊരു പോസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ചെയ്തിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്താലും കുറച്ചുകൂടി നല്ലത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നമാര് പോസ്റ്റ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തതിനൊരു ഇപ്പോൾ നമ്മളവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അത് വന്നാലേ നിങ്ങൾ മൊത്തം സംഭവം കംപ്ലീറ്റ് ആകുക. അപ്പോൾ നാളെ മുതൽ പാർട്ട് 3, 4 ഒക്കെ വരുന്നതായിരിക്കും. മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക മറക്കണ്ട. അതുപോലെ തന്നെ ഇത് ഒരുപാട് ലെങ്ത്തിലെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ കാണാം. ബൈ.